ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയിൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെയുള്ള ന്യായങ്ങൾ ചില ആളുകൾ അണിനിരത്തുന്നത് കണ്ണശ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിന്റെ 46-ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ, അതായത് ദൈവത്തിന്റെ മകൻ എന്ന് സംബോധന ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ് തന്റെ ഏകജാതനായ പുത്രൻ എന്ന് ക്രിസ്തുവിനെ അഭിസംബോധന ചെയ്യുന്നത്. 2-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രവചനവാക്യവും നമ്മൾ വായിക്കുന്നുണ്ട്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് പിതാവായ ദൈവം പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനകൾ മനസ്സിലാക്കിക്കൊണ്ട് വേദവിപരീതകളായ ചില ആളുകൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യുന്ന ചില ആളുകൾ ക്രിസ്തു ദൈവമല്ല, ദൈവത്തിന്റെ മകനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് ഇവിടെ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം? അവിടെ ഏകജാതൻ എന്നാണ് അവനെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ളത്. മോണേ ജനേസ് എന്ന് പറയുന്ന ഭാഗത്ത് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. നിത്യനായ ദൈവത്തിന്റെ നിത്യമായ സാരാംശമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് മാത്രമല്ല, ദൈവപുത്രനാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാണ് ക്രിസ്തു എന്ന് പറയുന്നുകൊണ്ട് ദൈവം മാനുഷികമായ ചിന്താഗതി പോലെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ട് ആ സ്ത്രീയിൽ ദൈവത്തിന്റെ മകനുണ്ടായി എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ ശരിയായ അർത്ഥം നിത്യത മുതൽ ദൈവത്തിന്റെ സാരാംശത്തിൽ തുല്യത്വം വഹിക്കുന്ന വ്യക്തിയായി കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. പ്രവചനത്തിന് മറ്റൊരു നിവൃത്തിയും കൂടിയുണ്ട്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തോട് ബന്ധത്തിലും വേദവ്യാഖ്യാതാക്കളായ ആളുകൾ അതിനെ പ്രസ്താവിക്കാറുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യനായി ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ദൈവത്തിന്റെ മകൻ എന്ന് പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ച് ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. ആ ജനനത്തിന് ഒരു ആരംഭമുണ്ട്. എപ്പോഴാണ് നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ടത്, അപ്പോഴാണ് നമുക്ക് ആ വീണ്ടും ജന്മ അനുഭവം ഉണ്ടായത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയല്ല പറയുന്നത്. അവനെക്കുറിച്ച് പറയുമ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന ആശയം പറയുമ്പോൾ അവൻ നിത്യത മുതലേ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്രൈസ്തവ ലോകത്ത് ക്രിസ്തു തത്വശാസ്ത്ര സംബന്ധിയായി ഏറ്റവും അധികം വിവാദങ്ങൾക്ക് വഴിമരുന്നിട്ട ഒരു പ്രയോഗമാണ് ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു എന്നുള്ള പദപ്രയോഗം. ഒരിക്കൽ വേദവിപരീതിയായ അറിയൂസ് അത്താനിയാസോസുമായി സഭാചരിത്രത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ക്രിസ്തുവിന് ആരംഭമുണ്ട് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ വന്നപ്പോൾ അത്താനിയാസ്യൂസ് എന്ന് പറയുന്ന അന്ത്യോക്യയിലെ ബിഷപ്പ് ഈ പറയപ്പെടുന്ന മനുഷ്യനോട്, അറിയൂസ് എന്ന് പറയുന്ന വേദവിപരീതയോട്, ക്രിസ്തു ആർക്കാണ് പുത്രനായിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, പിതാവായ ദൈവത്തിനാണ്. എന്നു മുതലാണ് പിതാവായ ദൈവത്തിന് അവിടുന്ന് പുത്രനായിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിത്യതയ്ക്ക് അല്പം താഴെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ വേദവിപരീതയായി സഭാ കൗൺസിലിൽ പ്രഖ്യാപിക്കാനും കാരണം അതുതന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുത്രത്വം എന്ന് പറയുന്നത് നിത്യത്വമുള്ളതാണ്. പിതാവ് നിത്യനാണ്. നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ് കർത്താവായ യേശു. അതുകൊണ്ട് നേഷ്യൻ കൗൺസിലിൽ ഐകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടു. പിതാവിന്റെ പിതൃത്വത്തിനാകട്ടെ പുത്രന്റെ പുത്രത്വത്തിനാകട്ടെ ആരംഭമില്ല. അതുകൊണ്ട് ആരംഭമില്ലാത്ത പുത്രനാണ് അവൻ എന്ന് പറഞ്ഞാൽ, എന്നു മുതൽ പിതാവായ ദൈവം ഉണ്ടോ അന്നു മുതൽ പുത്രനായ യേശു ക്രിസ്തുവും ഉണ്ട്. മോണോ ജനേസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിന് ഓഫ് ദ സെയിം സബ്സ്റ്റൻസ്, ദൈവിക തൃത്വത്തിലെ രണ്ട് വ്യക്തികൾ ഒരേ സാരാംശത്തിലായിരിക്കുന്ന, മൂന്ന് വ്യക്തികൾക്കും ഒരേ സാരാംശം ഉൾക്കൊണ്ട എന്നത് അർത്ഥമാണ് അതിനുള്ളത്. പിതാവായ ദൈവം എന്തോ അത് തന്നെയാണ് പുത്രനായ യേശു ക്രിസ്തുവും. മാത്രമല്ല അവിടെ മോണോ ജനേസ് എന്ന് പറയുന്ന വാക്കിന്
നമുക്ക് മനുഷ്യ ഭാഷയിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചത് പദം കൂടിയാണ്. ഈ തൃത്വത്തിലെ ഒന്നാമനായ വ്യക്തിക്ക് രണ്ടാമനായ വ്യക്തിയോട് നിത്യത മുതലുള്ള ബന്ധം എന്താണെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്രിസ്തു തത്വശാസ്ത്രപരമാകുന്ന പദപ്രയോഗമാണ് ഏകജാതൻ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന് പറയുന്ന പദപ്രയോഗം. അല്ലാതെ ദൈവത്തിൽ നിന്ന് ജനിച്ച ജന്മം കൊണ്ട ആരംഭമുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്നതിന് ആ പദപ്രയോഗം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല.